നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത്. അതുപോലെ കുറേ നന്ദി. ഈ കട ഓർമ്മയുണ്ടോ? രോഹിണി അമ്മയുടെ കടയാണ്. നമ്മൾ ഈ വീഡിയോ ഇട്ട സമയത്ത് നിവർത്തികേടിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് വന്ന് വീഡിയോ എടുക്കുന്നത്. ഒന്ന് സഹായിച്ചേക്കണേ എന്നൊരു വാക്ക് പറഞ്ഞതിന് നിങ്ങളിതിൽ പറയില്ലേ, ഒരു പൂ ചോദിച്ചൊരു പൂക്കാലം തന്നെ വന്നു എന്ന് പറഞ്ഞ മാതിരി കട തന്നെ അപ്പാടെ മാറ്റിപ്പണിയാനുള്ള ഒരു സാമ്പത്തികം കൊണ്ട് നിങ്ങൾ സഹായിച്ചു. ഒപ്പം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഫോണിൽ വിളിച്ചിട്ടും അമ്മേനെ കാണാൻ വന്നിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കാണിച്ചു തരാം. കൂടുതൽ വിശേഷങ്ങൾ ഇനി അമ്മ പറഞ്ഞു തരും. ഒരുപാട് ഇപ്പൊ വീഡിയോയിൽ കൂടെ എല്ലാരും ചോദിച്ച രോഹിണി അമ്മയുടെ അടുത്ത് വീണ്ടും വന്നോ, അമ്മയുടെ കട ശരിയാക്കിയോ എന്നൊക്കെ ചോദിച്ചു. കടയൊക്കെ നമ്മൾ ശരിയാക്കി അല്ലേ? ആളുകൾ വന്നോ? ഒരുപാട് പേര് അമ്മേനെ ഫോണിൽ വിളിച്ചു കേട്ടോ. അതും പല നാട്ടീന്ന് ഗൾഫിൽ നിന്നും ഒക്കെ വിളിച്ചിട്ട് കാണാൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് കുറച്ച് പേര് സഹായിച്ചു. അങ്ങനെയാണ് നമ്മൾ കടയൊക്കെ സെറ്റ് ചെയ്തത്. അപ്പൊ എന്തൊക്കെ ചെയ്തു ഇവിടെ പുതിയതായിട്ട് ഇതൊക്കെ ഇട്ട് സീറ്റ് ഇട്ട് ഇതൊക്കെ വെച്ച് മഴ പെയ്താൽ എനിക്ക് നനയില്ല, ഇത്തിരി ഇരിക്കാം. പിന്നെ ഒരുപാട് പേര് ചോദിക്കും അമ്മയുടെ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെയുണ്ട്, കട എങ്ങനെ പോകുന്നു, എല്ലാരും കൂടെ കാണിച്ചു കൊടുക്കാതെ. നേരിട്ട് കാണുന്നതല്ലേ നല്ലത്. അമ്മ തന്നെ പറഞ്ഞു തരും. പൊന്നു മക്കളും രണ്ടുപേരും കൂടെ എനിക്കറിയാൻ പാടില്ല. നമ്മളെ സങ്കടമൊക്കെ തീർന്നിട്ട് നമ്മളെല്ലാ പ്രശ്നവും പരിഹരിച്ചതാ. നമുക്ക് എത്ര ഉണ്ടെങ്കിലും എത്ര നമ്മൾ പലതും നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അത് അന്ന് ആദ്യം മുതലുള്ളത് നമുക്കത് ചിന്തിക്കാൻ പറ്റും. ആഹാരമില്ല, ഉടി തുണിയില്ല, തലയ്ക്ക് എണ്ണയില്ല, അതെല്ലാം അനുഭവിച്ചത് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇന്നും അതൊന്നും മറക്കാൻ പറ്റുന്നില്ല. ഒരു തുണിയില്ലാതെ ഞാൻ അലന്നിട്ടുണ്ട് ഉടുക്കാൻ. എവിടെയെങ്കിലും ഒരു വർഷത്തിലൊരിക്കലാണ് എൻ്റെ അമ്മയും അച്ഛനും ഈ ചന്തയിൽ തച്ചിടുന്ന തുണി വാങ്ങിച്ചുകൊണ്ട് തരിയിടാൻ ഓണത്തിന്. അല്ലാതെ ഇല്ല. ഒരു തുണി നനച്ചിട്ട് അത് ഉണങ്ങിയിട്ടാണ് ഞാൻ ഉടുത്ത് ഞാൻ വളർന്നു. ഒരു സോപ്പ ഒന്നുമില്ലാതെ ഞാൻ ജീവിച്ചവളാണ്. ആഹാരമില്ലാതെ ഓടിക്കൊണ്ട് നടന്നവൾ. ഇന്നെനിക്ക് ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഒരു കുറവുമില്ല. എല്ലാ ഭാഗ്യവും ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ നല്ല മനസ്സുഖമാറ്റി ജീവിച്ച് പോണ്. നീ സന്തോഷമായിട്ടിരിക്കണം, ആരോഗ്യമായിട്ടിരിക്കണം. അത്രേ അത് മതി എനിക്ക്. എനിക്ക് സമ്പാദിച്ച് എനിക്ക് ഒന്നും നേടണ്ട. ആ മക്കളില്ലാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ. ഈ ലോകത്തിന്റെ എവിടെയൊക്കെ മലയാളികളുണ്ടോ ആ നാട്ടിൽ നിന്നൊക്കെ ആണും പെണ്ണും ഒക്കെ അമ്മയെ ചോദിച്ച് എനിക്ക് മെസ്സേജ് ഇടും. അമ്മ സുഖമായിട്ടിരിക്കണം, അമ്മയുടെ കട ശരിയാക്കിയോ, അമ്മയ്ക്ക് ഗൂഗിൾ പേ നമ്പർ ഉണ്ട്. അമ്മയ്ക്ക് ഗൂഗിൾ പേ നമ്പർ ഇല്ല. അതുകൊണ്ട് ഞാൻ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പൊ ബാങ്കിലേക്കാണ് അവര് പൈസ ഇടുന്നത്. അമ്മയ്ക്ക് എന്ന് വെച്ചാൽ പോയി എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് ബസ് കയറി, ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ബസ് കയറി ബാങ്കിൽ പോയി പൈസ എടുത്തൊക്കെ കൊണ്ടുവരണം. എന്നാലും അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ ഉണ്ടല്ലോ. സഹായിക്കാൻ വേണ്ടി ഒരാളെന്ന് സഹായിക്കുമെന്ന് ചോദിച്ചപ്പോൾ 100 കൈകളാണ് സഹായിക്കാൻ വന്നത്. അപ്പോൾ എനിക്കും ഭയങ്കര സങ്കടം വന്നു അമ്മ ഓരോന്നൊക്കെ പറഞ്ഞപ്പോഴേ. കാരണം ഞങ്ങൾ വന്നിരുന്നപ്പോൾ തുടങ്ങി അമ്മ അനുഭവിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും അമ്മയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 100 പേർക്കൊന്നും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആരോഗ്യമൊന്നും അമ്മയ്ക്കില്ല. കുറച്ച് പേര് വന്നാൽ 10, 15, 20 പേര് വന്നാൽ ഉണ്ടാക്കി കൊടുക്കും, രുചികരമായിട്ട് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത് മാത്രമേ അമ്മേനെ. അതുകൊണ്ട് തന്നെ ഞാൻ അന്നും പറഞ്ഞത് അമ്മയ്ക്ക് ഒരുപാട് ആളുകൾ നിങ്ങൾ കഴിക്കാൻ ആയോ എന്ന് എനിക്ക് പറയുന്നതിനേക്കാളും അമ്മയ്ക്കൊരു സഹായമായിരുന്നു ആവശ്യം. ഈ ചോർന്നൊലിക്കുന്ന കെട്ടിടം ഒന്ന് മാറ്റി പണിയാൻ പറ്റുന്നിടത്തോളം കാലം അമ്മ ഇതും കൊണ്ട് പോട്ടെ. എത്ര കാലം ജോലി ചെയ്യാൻ പറ്റുമോ ചേട്ടാ, അതവർക്ക് മനസ്സിനും സന്തോഷമാണ്, അതൊരു സമാധാനമാണ്. വെറുതെ വീട്ടിൽ കുത്തിയിരിക്കണേക്കാളും. അപ്പോൾ സന്തോഷം എല്ലാവർക്കും സന്തോഷം, നന്ദി. എല്ലാവർക്കും നന്ദി പറയണ്. എനിക്ക് വന്ന് കാണാനോ വിളിക്കാൻ ഇതിനുള്ളതൊന്നും എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയണ്. നന്ദി. എനിക്കൊരു സഹായം ചെയ്തു തന്നവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയണ്. എനിക്കൊരു സാറ് മെസ്സേജ് അയച്ചായിരുന്നു, അമ്മേനെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തു, അമ്മയ്ക്കൊരു സഹായം അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സഹായം കൊണ്ടാണ് ഈ ഷെഡിൻ്റെ ഷീറ്റുകളൊക്കെ മാറ്റാനുള്ള ഒരു തുക അവരാണ് അയച്ചു കൊടുത്തത്. അങ്ങനെ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ പലരും എനിക്ക് ആളുകൾ ചോദിക്കുന്നുണ്ട് അമ്മയുടെ അക്കൗണ്ട് നമ്പർ തരും. അങ്ങനെ ചോദിക്കുന്ന എല്ലാവർക്കും അക്കൗണ്ട് നമ്പർ ഞാൻ അയച്ചു കൊടുക്കുക ചെയ്യണം. കാരണം നേരത്തെ പറഞ്ഞാൽ നമുക്കിതൊന്നും പബ്ലിക്കായി പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ. കാരണം യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ നിയമം പ്രകാരം മറ്റൊരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്താൽ അതൊരു ക്രൈമാണ് അവർ. അപ്പോൾ അത് എൻ്റെ പേരിൽ ആക്ഷൻ വരും എന്നുള്ളതുകൊണ്ട് ഞാൻ പേഴ്സണലി എല്ലാവർക്കും ഇട്ട് കൊടുക്കുകയാണ്. പബ്ലിക് ആക്കാത്തത് അതുകൊണ്ടാണ് ചിലർ അതിനൊക്കെ എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ അമ്മയ്ക്ക് GPay നമ്പറൊന്നുമില്ല, അമ്മയുടെ വാട്സപ്പ് നമ്പർ അതൊന്നുമില്ല. അമ്മയ്ക്ക് സാധാരണ ഒരു കുഞ്ഞു ഫോണാണ് ഉള്ളത്. ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആയാലും ഇതിലൂടെ പോകണമെങ്കിൽ ഭക്ഷണം കഴിച്ചോ. ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം ഉണ്ട് അല്ലേ, ദോശയും ഇന്നപ്പോൾ അപ്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിയല്ലേ, ഇനി വരട്ടെ ആരെങ്കിലും. ആദ്യം തന്നെ ഭയങ്കര സന്തോഷം പങ്കുവയ്ക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരോടും കരച്ചിലായിപ്പോയി അല്ലേ. അത് സങ്കടം കൊണ്ട് മാത്രമല്ല, സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു ആനന്ദക്കണ്ണീരും സങ്കടം എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കൂടി ഒരു മിശ്ര രൂപമാണ് അത് വന്നത്.
കാരണം നമ്മളിങ്ങനെ എനിക്കൊക്കെ ഞാൻ പെട്ടെന്ന് ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ആരെങ്കിലും നമ്മളോട് ഇത്ര വിഷമ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കിതൊക്കെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ അമ്മൂമ്മ ഈ ഇപ്പോൾ രോഹിണിയമ്മ പറഞ്ഞതിൻ്റെയും അതിനേക്കാളും ഭീകര വെർഷനിൽ ജീവിച്ച ഒരാളാണ് എൻ്റെ അമ്മൂമ്മയൊക്കെ. ഭയങ്കര അപ്പൂപ്പൻ്റെ വക അടിയും തൊഴിയും വഴക്കുകളും എല്ലാം ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ. അത് സാമൂഹ്യ ചുറ്റുപാടുകളാണ്. അന്ന് ആ സമയത്ത് മദ്യപാനം കൊണ്ടും ഒക്കെ വീടുകളിലുണ്ടാകുന്ന അരക്ഷിതാവസ്ഥയും വിദ്യാഭ്യാസമില്ലായ്മയുടെ കുറവും സാമൂഹ്യ പിന്നോക്കാവസ്ഥയും എല്ലാം ഉണ്ട് അതിന്. അപ്പോൾ ഇന്നിപ്പോൾ കാലം ഒരുപാട് മാറിയപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ കൗതുകങ്ങളായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള അതൊക്കെ ജീവിച്ച് വന്നവർക്ക് ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടുകൂടിയാണ് എനിക്ക് അത്രയും സങ്കടമൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി. എത്ര പറഞ്ഞിട്ട് എനിക്ക് മതിയാവുന്നില്ല. അത്രയേറെ സന്തോഷമുള്ള കാഴ്ചകളാണ് ഇവിടെ വന്ന് കണ്ടപ്പോൾ. മൊത്തത്തിൽ അടിമുടി കടയൊക്കെ ഒന്ന് മാറി. എല്ലാ മഴക്കാലത്തും കട അടച്ചിടേണ്ടുന്ന അവസ്ഥയിൽ നിന്ന് ഇനിയിപ്പോൾ മഴ നനയാതെ കട തുറന്നു വയ്ക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട്. ഇനിയിപ്പോൾ ജൂൺ മാസമൊക്കെ ആയ വലിയ മഴയൊക്കെ വരിക. ഒരുപാട് പേര് അമ്മയെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സൗകര്യം പോലെ വന്ന് കണ്ടേച്ചും പൊക്കോ. അമ്മയ്ക്ക് അതൊരു വലിയ സന്തോഷമാണ്. ഓരോരുത്തർ ഫോൺ വിളിക്കുന്ന സമയത്ത്, അമ്മയെന്ന് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത്, അമ്മയെ കണ്ടിട്ടില്ലാത്ത, അമ്മ കണ്ടിട്ടില്ലാത്ത ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ അമ്മയെന്ന് വിളിച്ച് ഫോൺ വിളിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതൊക്കെ നമുക്ക് ഒരാൾക്കും ഒന്നും പൈസ കൊടുത്ത് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. അതൊക്കെ മനസ്സിലുണ്ടാകുന്ന ഓരോ നിറവുകളാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി നന്ദി.